ഒരു ഗൗരവക്കാരന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് ഓഫീസിൽ ചെന്നു താമസിച്ചു വരുന്ന സ്റ്റാഫുകളൊക്കെ ഫയർ ചെയ്യണം. ഈ GM പ്രശോഭ് കർക്കശക്കാരനാണെന്നും ചൂടനാണെന്നും അവരറിയണം. ഇന്നെന്താ നേരത്തെ? ഇന്ന് മുതൽ എന്റെ ഷെഡ്യൂളുകൾക്കൊക്കെ മാറ്റമുണ്ട്. നല്ല കാര്യം. ആ പിന്നെ ഇന്നലെ അമ്മയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോ ഒരു ഉഗ്രം കോമഡി നടന്നു. അറിഞ്ഞില്ലല്ലോ പ്രശോഭേട്ടൻ? ഡോക്ടർ മരുന്നിന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അമ്മയോട് പറയുന്നു, എനിക്ക് കയ്പുള്ള മരുന്നൊന്നും എഴുതല്ലേ എന്ന്. ഉടനെ ഡോക്ടർ തിരിച്ചു പറയാ, എന്നാ 2 കിലോ പഞ്ചസാര ഞാൻ എഴുതട്ടെ എന്ന്. എനിക്കാണെങ്കിൽ അവിടെ ഇരുന്ന് ചിരിക്കാനും പറ്റില്ല, ചിരിയും വരുന്നുണ്ട്. പ്രശോഭേട്ടന് ആ കോമഡി അത്ര മനസ്സിലായില്ലാന്ന് തോന്നണു. ഇത്തരം വില കുറഞ്ഞ തമാശകൾക്ക് ഞാൻ ചിരിക്കാറില്ല. ഓ, അമ്മയെ പറഞ്ഞത് മോൻ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ മുതൽ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കറക്റ്റ് 8:36 തന്നെ വേണം. കേട്ടല്ലോ? ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. നിങ്ങൾക്ക് ഇതെന്ത് പറ്റി? 8:36 തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. 37 കുഴപ്പമുണ്ടോ? ഗുഡ് മോർണിംഗ് അമ്മ. അത് ശരി, നീ എന്തെന്ന് നേരത്തെ ഇറങ്ങിയ? അരമണിക്കൂർ മുമ്പേ ഇറങ്ങിയോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതെന്തോന്നാ ഇത്? ഞങ്ങൾ ഇതിനെ ചപ്പാത്തി എന്ന് പറയും. അത് മനസ്സിലായി. ഇതെങ്ങനെ കഴിക്കും? പ്രശോഭേട്ടൻ സാധാരണ എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെ കഴിക്കണം. റബ്ബർ ഷീറ്റ് പരത്തി വെച്ചതുപോലെ ഉണ്ട്. എന്നാ ദോശയുണ്ട്, അതെടുക്കട്ടെ? അത് ചോദിക്കാൻ തോന്നിയിരിക്കണം, എടുത്തൂടെ നേരത്തെ? ചട്നി റെഡി. ദോശക്കുള്ള ചട്നി റെഡി ആവാൻ താമസിച്ചു. അത് മാത്രല്ല 9 മണിക്കല്ലേ കുഞ്ഞു ഓഫീസിൽ പോകുള്ളൂ. ആ സമയത്ത് ഇത് റെഡി ആയാൽ മതിയല്ലോ. വർത്തമാനത്തിന്റെ ഇടയിൽ അധികം ചിരി വേണ്ട. പിന്നൊരു കാര്യം, നാളെ മുതൽ കൃത്യം 8:36 എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം. കേട്ടല്ലോ? 8:30 ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും. അല്ല, പ്രതീക്ഷ എണീറ്റില്ലേ ഇതുവരെ? അവനും അവളും കൂടെ അത് രാവിലെ എഴുന്നേറ്റു. എന്തുവാ ശിവക്ഷേത്രത്തിലോ കണ്ട് നിർമ്മാല്യം തൊഴാൻ പോയതാ. ഈയിടെയായിട്ട് അവനിത്തിരി അമ്പലത്തിൽ പോക്ക് കൂടുതലാണ്. അപ്പൊ അമ്പലത്തിൽ പോണ്ടേ? അല്ല, അതല്ല, അവരുടെ ഒരു ജീവിതത്തിലെ പ്രയാസങ്ങളും പോരായ്മകളും ഒക്കെ നിനക്കറിയാമല്ലോ. മരുന്നും മന്ത്രവും മാത്രം പോരെ മോനെ, എല്ലാത്തിനും ദൈവാനുഗ്രഹം കൂടെ വേണ്ടേ? ഒരു ദോശം കൂടെ എടുത്തേ. ഭക്ഷണം എങ്ങനെ വേണോ വെക്കട്ടെ എന്നൊന്നും ചോദിക്കരുത്. അതെ, അത് പറഞ്ഞോ? പിന്നെ പ്രതീക്ഷ വരുമ്പം വൈകുന്നേരം കറങ്ങാൻ പോകലെന്ന് പറയണം. എനിക്ക് അവനടുത്ത് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഹലോ, പറയൂ. നിങ്ങൾ ഫുൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? സുബൈറ, അത് പേയ്മെന്റ് ക്ലോസ് ചെയ്യാതെ ഞാൻ എങ്ങനെ വിടാൻ? നിങ്ങൾ ആദ്യം പേയ്മെന്റ് അടയ്ക്കൂ, എന്നിട്ട് ഞാൻ ലോഡ് വിടാം. തനിക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ? കട്ട് ചെയ്യ ഫോൺ. ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞ മുഴുവൻ കഴിച്ചില്ല. ഇവന് എന്തോ പറ്റി? എനിക്കറിയത്തില്ലമ്മേ. രാവിലെ മുതൽ തുടങ്ങിയതാ. കൃത്യം 8:36 ഭക്ഷണം. എവിടം വരെ പോകുന്ന നമുക്ക് നോക്കാം. കൊച്ചമ്മ, കുഞ്ഞിന് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ മുതലേ ശ്രദ്ധിക്കുന്നു. ഈ ഓഫീസ് കാര്യങ്ങളിലൊക്കെ കുറെ കൂടെ ഒരു ബോധവും ഒരു ചിട്ടയും ഒക്കെ വരുത്തുന്നത് നല്ലത് തന്നെ. ഇത് ഇത്തിരി കൂടുതലാണ്. ഓ, ശരിയാ, ഉണ്ട്. രണ്ടും കൂടെ അടിവല്ലോ ആയോ? അങ്ങനെന്നുണ്ടെങ്കിൽ നെറ്റിയൊക്കെ മുഴിച്ചിരിക്കൂലേ. ഇതല്ല. പ്രശോഭയെ, നിന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം എല്ലാരും ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. കീപ് ഇറ്റ് അപ്പ് പ്രശോഭയെ, കീപ് ഇറ്റ് അപ്പ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.